ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് ഒരാളെ സഹായിക്കാൻ നമുക്ക് അയാളെക്കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, വ്യക്തിപരമായ അറിവിൻ്റെ യാതൊരു ആവശ്യമില്ല. ഏത് വ്യക്തിയായാലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിഷമാവസ്ഥയിൽ നമ്മൾ ആളെ നോക്കാം, അയാളുടെ പേരോ അഡ്രസ്സോ വയസ്സോ ജാതിയോ മതമൊന്നും നോക്കാതെ അയാളെ സഹായിക്കണം. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ്. അതാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് അല്ലേ. ബാക്കി ഞാൻ വായിക്കാം. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोग गीत के स्थायी की तरह बार बार लौटता है. गद्दी में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस मूवी के साथ हिंदी की किसी कविता में आया है, याद नहीं आ रहा. ഓക്കെ, ഞാൻ അതിൻ്റെ മീനിങ് പറയാം. കവിത ലഗാതാർ തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട്, നഹീം ജാന്നെ അറിവില്ലായ്മയെക്കുറിച്ചും और जानने का അറിവിനെക്കുറിച്ചും ബയാൻ കർത്തി ജാതി ഹെ വിശദീകരിക്കുന്നു. എനിക്ക് അയാൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്, അയാളുടെ നിരാശ അറിയാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ അറിവില്ലായ്മയെക്കുറിച്ചും അറിവിനെക്കുറിച്ചും വീണ്ടും വീണ്ടും കവിതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. കവിത ലഗാതാർ, എന്താ ലഗാതാർ, കണ്ടിന്യൂസ്ലി അല്ലേ, തുടർച്ചയായിട്ട്. നഹീം ജാന്നെ അറിവില്ലായ്മയെക്കുറിച്ചും और जानने की और जानने का അറിവിനെക്കുറിച്ചും അറിയാമെന്നതിനെക്കുറിച്ചും ബയാൻ കർത്തി ജാതി ഹെ വിശദീകരിക്കുന്നു. ബയാൻ കർണ വിശദീകരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക. ശില്പിക്ക് കാവ്യശില്പത്തിലെ ഇസ് ബാരീഖ് കാരീകരിക്കോ, ഈ സൂക്ഷ്മ കഴിവിനെ ദേഖേം നമുക്ക് നോക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. ശില്പിക്ക് കാവ്യശില്പത്തിലെ ഇസ് ബാരീഖ് കാരീകരിക്കോ, ഈ സൂക്ഷ്മമായ കഴിവിനെ ദേഖേം നമുക്ക് നോക്കാം അല്ലേ. വിനോദ് കുമാർ ശുക്ലയുടെ കാവ്യശില്പത്തിലെ സൂക്ഷ്മമായ ഈ കഴിവിനെ നമുക്കൊന്ന് നോക്കാം. വോ മുझे नहीं जानता था, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. വാ മുझे नहीं जानता था, അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ था, കൈ നീട്ടൽ അയാൾക്ക് അറിയാമായിരുന്നു. ഹാത്ത് ബഡാന കൈ നീട്ടല്ലേ, ഹാത്ത് ബഡാനെ കോ ജാൻതാ था, കൈ നീട്ടൽ അറിയാമായിരുന്നു. ഏക് ദൂസരേക്കോ പരസ്പരം നഹീം ജാൻതേ ഥേ അറിയില്ലായിരുന്നു. ഹം ഞങ്ങൾ ഏക് ദൂസരേക്കോ പരസ്പരം നഹീം ജാൻതേ ഥേ അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽന ഒരുമിച്ച് നടക്കാൻ ജാൻതേ ഥേ അറിയാമായിരുന്നു. സാത്ത് സാത്ത് ചൽന, സാത്ത് സാത്ത് ഒരുമിച്ച് എന്നല്ലേ, സാത്ത് സാത്ത് ചൽന ഒരുമിച്ച് നടക്കാൻ ജാൻതേ ഥേ അറിയാമായിരുന്നു. നഹീം ജാന്ന ഈ അറിവില്ലായ്മയും और ജാന്ന ഈ അറിവും കവിതാമേം കവിതയിൽ കിസി ലോക് ഗീത് കെ ഏതെങ്കിലും നാടോടിപ്പാട്ടിലെ, ലോകഗീത് നാടോടിപ്പാട്ട് കേട്ടോ, കിസി ലോക് ഗീത് കെ ഏതെങ്കിലും നാടോടിപ്പാട്ടിലെ സ്ഥായി കി തരഹ് ഈരടികൾ പോലെ, വരികൾ പോലെ ബാർ ബാർ ലൗട്ടാ ഹെ ആവർത്തിച്ച് കടന്നു വരുന്നു. ബാർ ബാർ ലൗട്ട്ന റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക. യെസ്, യേ നഹീം ജാന്ന ഈ അറിവില്ലായ്മയും और ജാന്ന അറിവും കവിതാമേ കവിതയിൽ കിസി ലോക് ഗീത് കെ ഏതെങ്കിലും നാടോടിപ്പാട്ടിലെ സ്ഥായി കി തരഹ് ഈരടികൾ പോലെ ബാർ ബാർ ലൗട്ട്താ ഹെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആവർത്തിക്കുന്നു. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ഗദ്യരൂപത്തിൽ എഴുതിയ ഏതെങ്കിലും കവിതയിൽ
ഈ കവിത ഗദ്യരൂപത്തിലാണ് കാണുന്നത് നമ്മൾ അല്ലെ. ഗദ്യരൂപത്തിൽ ലിഖി ഹുയി, ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ട കിസി കവിതാമേ, ഏതെങ്കിലും കവിതയിൽ, ലിയറിക്കൽ അല്ലെ, അഥവാ ലിയറിക്കൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ്, ലിയറിക്കൽ യാ അല്ലെങ്കിൽ ഗീതാത്മകത കാ ബോധ്, സംഗീതാത്മകതയുടെ ബോധം, ഇസ് ഗൂബി കെ സാത്ത്, ഇത്ര നന്നായിട്ട് ഹിന്ദിക്ക് കിസി കവിതാമേ ആയ ഹേ, ഹിന്ദിയിൽ മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആ രഹാ, എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ല അല്ലെ. നരേഷ് സക്സേന പറയാണ് ഇത്രയും നന്നായിട്ട് സംഗീതാത്മക അലിയറിക്കൽ സംഗീതാത്മകത ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള മറ്റേതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഗദ്യമേ ലിഖി ഹുയി, ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കിസി കവിതാമേ, ഏതെങ്കിലും കവിതയിൽ, ലിയറിക്കൽ യാ അല്ലെങ്കിൽ ഗീതാത്മകത കാ ബോധ്, സംഗീതാത്മകതയുടെ ബോധം, ഇസ് ഖൂബി കെ സാത്ത്, ഇപ്രകാരം ഹിന്ദിക്ക് കിസി കവിതാമേ, ഹിന്ദിയിലെ മറ്റേതെങ്കിലും കവിതയിൽ ആയാ ഹേ വന്നിട്ടുണ്ടോ? യാദ് നഹി ആ രഹാ, എനിക്ക് ഓർമ്മിക്കാൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കവിത ഗദ്യരൂപത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇതിൽ വളരെ നന്നായിട്ട് സംഗീതാത്മകതയുണ്ട് എന്നാണ് ആ സക്സേന, നരേഷ് സക്സേന പറയുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വായിക്കാം. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पर रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഓക്കെ, ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. ജैसे किसी ഗസൽ में, ഏതെങ്കിലും ഒരു ഗസലിലെ ആഖിരി ഷർഖെ, അവസാന വരിയിലെ ആഖിരി ശബ്ദ്, അവസാനത്തെ വാക്ക്, ശ്രോതാം കി ജുബാൻ പർ, കേൾവിക്കാരുടെ നാവിൻ തുമ്പിൽ, ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ, ജുബാൻ എന്ന് പറഞ്ഞ നാവ് നാട്ടോ, ജുബാൻ പർ നാവിൻ തുമ്പിൽ, ആപ്സെ ആപ് ആ ജാത്തെ ഹെ, സ്വയം കടന്നു വരുന്നത് പോലെ, വൈസഹി അതുപോലെ, ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാനത്തെ വാക്ക്, യാനി അഥവാ സാത് സാത് ചൽന കെ ബാദ്, സാത് സാത് ചൽന എന്നതിന് ശേഷം, യദി കവിത പഠ്യോദ്യാജായത്തോ, കവിത ആലാപനം നിർത്തിയാൽ പോലും, സുന്നേ വാലെ ശ്രോതാക്കൾ, കേൾവിക്കാർ, ഖുദ് വാക്കി പൂരാക്കർ ദേഖേ, ബാക്കിയുള്ളത് പൂരിപ്പിക്കും അല്ലേ. കേൾവിക്കാർ ബാക്കിയുള്ളത് അങ്ങ് പൂരിപ്പിച്ചു കൊടുക്കും. ഓർ കഹെങ്ക, അവർ പറയും. ഇനി ബാക്കിയുള്ള എന്താണ്? ജാൻതേ ഥേ, ജാൻതേ ഥേ എന്നവർ മുഴുവനാക്കി കൊടുക്കും അല്ലേ. ഗസലിൽ ആവർത്തനം ഉണ്ടാവില്ല അല്ലേ. ഗസലിലെ അവസാനത്തെ വാക്ക്, അവസാനത്തെ വരി ഗസൽ കേൾക്കാനിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനം എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കും അല്ലെ. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കേട്ടതായിരിക്കും. അതുപോലെയാണ് ഈ കവിത. ഈ കവിതയിലെ അവസാനത്തെ വാക്ക് പറഞ്ഞില്ല എങ്കിൽ പോലും കേൾവിക്കാർ ബാക്കി അങ്ങ് പൂരിപ്പിച്ചു കൊടുക്കും. ജൈസെ കിസി ഗസൽ മേ, ഏതെങ്കിലും ഒരു ഗസലിൽ, ആഖിരി ഷേർക്കെ, അവസാന വരിയിലെ, ആഖിരി ശബ്ദ്, അവസാനത്തെ വാക്ക്, ശ്രോതാം കി ജുബാൻ പർ, ശ്രോതാക്കളുടെ നാവിൻ തുമ്പിൽ, ആപ്സെ ആപ് ആ ജാത്തെ ഹേ, സ്വയം കടന്നു വരുന്നത് പോലെ, ആപ്സെ ആപ് എന്ന് പറഞ്ഞാൽ സ്വയം, ആപ്സെ ആപ് ആ ജാത്തെ ഹേ, സ്വയം കടന്നു വരുന്നത് പോലെ, വൈസെ ഹി അപ്രകാരം, ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ്, ഈ കവിതയുടെ അവസാനത്തെ വാക്ക്, യാനി അതായത് സാത് സാത് ചൽന, സാത് സാത് ചൽന കെ ബാദ്, സാത് സാത് ചൽന എന്ന് പറഞ്ഞതിന് ശേഷം, യദി കവിത പാഠ്, കവിത ആലാപനം, രോക്ക് ദിയ ജായത്തോ, സ്റ്റോപ്പ് ചെയ്താൽ, നിർത്തിയാൽ, സുന്നേ വാലെ കേൾവിക്കാർ ഖുദ് വാക്കി പൂരാ കർ ദേംഗെ,
കേൾവിക്കാർ സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ വാക്യ പൂരാ കർ ദേംഗെ, ആ സെന്റൻസ് പൂർത്തിയാക്കി കൊടുക്കും. ഓർ കഹേംഗെ, അവർ പറയും ജാൻതേ ഥേ, ബാക്കി എന്താണ് അവർ പറഞ്ഞു കൊടുക്കും, ജാൻതേ ഥേ എന്നാണ്, ബാക്കി അറിയാമായിരുന്നു. ഓക്കെ, ഞാൻ അടുത്ത പാരഗ്രാഫ് വായിക്കാം. യഹ് കവിത जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियां उसी कहे गए को और सघन और गहरा करती हैं. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है, किंतु ये संदेश कविता में उपदेश की तरह नहीं आता. ഓക്കെ, ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. കവിത, ഈ കവിതയുണ്ടല്ലോ, ജാന്ന ശബ്ദക്കെ, അറിയുക എന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ, പരമ്പരാഗതമായ അർത്ഥത്തെ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ അർത്ഥത്തെ, പരമ്പരാഗതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥത്തെ പൂരീ തരഹ്സെ, പൂർണ്ണമായിട്ടും ബദൽ ദേത്തി ഹെ, മാറ്റിമറിക്കുന്നു. അല്ലേ? നമ്മൾ മനസ്സിലാക്കി വെച്ച അർത്ഥം എന്താ? ഒരാളെ അറിയാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ച അർത്ഥം എന്താണ്? ഒരാളെ അറിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയുള്ള എന്താണ് അർത്ഥം? അയാളുടെ പേര്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ പേര്, അയാളെക്കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലേ, ഹിന്ദിയിൽ അതിന് വൈയക്തിക് ജാൻകാരി എന്നാ പറയാം. വ്യക്തിപരമായ അറിവ്, വൈയക്തിക് ജാൻകാരി അല്ലേ, അതറിയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ കവി ഇതിനൊക്കെ തകർത്ത് കളയാ. ഈ പഴയ സിസ്റ്റം, ഒരാൾ അറിയാന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല കേട്ടോ. ഒരാൾ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ സങ്കടം മനസ്സിലാക്കുക, വിഷമങ്ങൾ മനസ്സിലാക്കുക, സഹായിക്കുക അല്ലേ, മറ്റുള്ളവരുടെ സഹായങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ അറിയുക. ഇതാണ് ഒരാൾ അറിയാന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. എന്നിട്ട് അയാളെ സഹായിക്കുക. അങ്ങനെ സഹായം നൽകാൻ പേരോ അഡ്രസ്സോ ജാതിയോ മതമോ ഒന്നും തടസ്സാൻ പാടില്ല അല്ലേ. യെസ്, കവിത, ഈ കവിതയുണ്ടല്ലോ, ജാന്ന ശബ്ദ ഖേ, ജാന്ന എന്ന വാക്കിൻ്റെ രൂഢീഗ്രസ്ത് അർത്ഥക്കോ, രൂഢീഗ്രസ്ത് പരമ്പരാഗതമായ, രൂഢീഗ്രസ്ത് അർത്ഥക്കോ പരമ്പരാഗതമായ അർത്ഥത്തെ പൂരീ തരഹ്സെ പൂർണ്ണമായിട്ടും ബദൽ ദേത്തി ഹെ, തകർത്ത് കളയുന്നു. ഇസ് കവിത കി പഹലി 2 പങ്ക്തിയോ മേ ഹി, ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി അപ്പിനി പുരി ബാത്ത്, കവി തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും, ബാത്ത് എന്ന് പറഞ്ഞ കാര്യം, പുരി ബാത്ത് മുഴുവൻ കാര്യങ്ങളും കഹ് ദേത്താ ഹെ പറയുന്നു. ഇസ് കവിത കി, ഈ കവിതയിലെ പഹലി ആദ്യത്തെ 2 പങ്ക്തിയോ മേ ഹി, 2 വരികളിൽ തന്നെ കവി അപ്പിനി പുരി ബാത്ത്, കവി തൻ്റെ മുഴുവൻ കാര്യങ്ങളും, തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കഹ് ദേത്താ ഹെ പറയുന്നു. ശേഷ് പങ്ക്തിയ, ബാക്കിയുള്ള വരികളിൽ ഉസി കഹേഗേക്കോ, ആ പറഞ്ഞ കാര്യങ്ങളെ, ഓർ സഗൻ കൂടുതൽ ദൃഢമായതും, ഓർ ഗഹരാ കർത്തി ഹേ ആഴത്തിലുമുള്ളതുമാക്കി തീർക്കുന്നു. അല്ല, ആദ്യത്തെ വരി തന്നെ 2 വരി തന്നെ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്, കവി പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞതിന് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യല്ലേ, ഒന്നും കൂടി ദൃഢമാക്കിയിട്ട് പറയാണ് ബാക്കിയുള്ള വരികളിൽ. ഓക്കെ, ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികളിൽ ഉസി കഹേഗേക്കോ, ആ പറഞ്ഞതിനെ, ഓർ സഖൻ കൂടുതൽ ദൃഢമായതും, സഖൻ ദൃഢമായ, ഓർ ഗഹരാ, ഗഹര എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, ഓർ ഗഹരാ കർത്തി ഹെ ആഴത്തിലുള്ളതുമാക്കി തീർക്കുന്നു. കവിത കാ സന്ദേശ് ഹെ, ഈ കവിതയുടെ സന്ദേശമാകുന്നു, ഈ കവിതയുടെ മെസ്സേജ് ആകുന്നു.
നമുക്ക് ബാക്കി വായിക്കേണ്ട എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കവിതയുടെ മെസ്സേജ്? നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു മെസ്സേജ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ? എന്താണ്? ദോ മനുഷ്യം കെ ബീച്ച്, രണ്ട് മനുഷ്യർ തമ്മിൽ മനുഷ്യത കാ എഹ്സാസ്, മനുഷ്യത്വപരമായ അനുഭവം, യാനി അഥവാ മാനവീ സംവേദന, മാനവിക സംവേദനം, മാനവിക സംവേദനം അല്ലേ? ഹോന ഉണ്ടായിരിക്കൽ ജറൂരി ഹേ, അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നഹീം, പേഴ്സണൽ ഇൻഫോർമേഷൻ ആവശ്യമില്ല. ജാൻകാരി എന്ന അറിവ് എന്നാണ്. എന്തറിവാണ്? വൈയക്തിക ജാൻകാരിയാണ് അവിടെ ഉദ്ദേശം, വ്യക്തിപരമായ അറിവ്. പേഴ്സണൽ ഇൻഫോർമേഷൻ ജറൂരി നഹീം, ആവശ്യമില്ല. എന്താ പറയുന്നത്? മെസ്സേജായിട്ട് പറഞ്ഞെന്താ? മാനവികതയുടെ സംവേദനം, മാനവിക സംവേദനം. എന്താണ് മാനവിക സംവേദനം? പരസ്പരം ദയ, സ്നേഹം അല്ലേ? സന്തോഷം, സഹായം, ഇതൊക്കെ കൈമാറ്റം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക അല്ലേ? സംവേദനം എന്നാൽ കൈമാറ്റം ചെയ്യൽ, സംവേദനം ചെയ്യൽ. രണ്ട് മനുഷ്യർ തമ്മിൽ ഈ മാനവിക സംവേദനമാണ് ആവശ്യം എന്നാണ് പറയുന്നത്. ദോ മനുഷ്യം കെ ബീച്ച്, രണ്ട് മനുഷ്യർ തമ്മിൽ മനുഷ്യത കാ എഹ്സാസ്, മനുഷ്യത്വപരമായ അനുഭവം, എഹ്സാസ് അനുഭവം, യാനി അഥവാ മാനവീ സംവേദന, മാനവിക സംവേദനം, ഹോന ഉണ്ടായിരിക്കൽ ജറൂരി ഹേ, അത്യാവശ്യമാണ്. ജാൻകാരിയാ ജറൂരി നഹീം ഹേ, അറിവ് ആവശ്യമില്ല. പേഴ്സണൽ ഇൻഫോർമേഷൻ, വ്യക്തിപരമായ അറിവ്, പേര്, അഡ്രസ്സ്, വയസ്സ്, ജാതി, മതം, ഇതൊക്കെ അറിയൽ ജറൂരി നഹീ ഹേ, ആവശ്യമില്ല. കിന്തു എന്നാൽ ഏ സന്ദേശ്, ഈ മെസ്സേജ് കവിതാമേ, കവിതയിൽ ഉപദേശ് കി തരഹ് നഹീ ആതാ, ഒരു ഉപദേശം എന്ന രീതിയിൽ ഒരിക്കലും വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കവി ഉപദേശിക്കുന്നില്ല. കവിത വായിച്ചാൽ തന്നെ നമുക്ക് ആ മെസ്സേജ് ഉൾക്കൊള്ളാൻ സാധിക്കും. കിന്തു എന്നാൽ ഏ സന്ദേശ്, ഈ മെസ്സേജ് കവിതാമേം, കവിതയിൽ ഉപദേശ് കി തരഹ്, ഒരു ഉപദേശ രൂപത്തിൽ നഹീം അഥാ, ഒരിക്കലും കടന്നു വരുന്നില്ല. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിവിടെ അവസാനിച്ചു. ഈ ടിപ്പണി ഇവിടെ, ഈ ആസ്വാദനക്കുറിപ്പ് ഇവിടെ അവസാനിച്ചു. അതിമഹത്തായ ഒരു മെസ്സേജാണ് നമുക്ക് ഈ ടിപ്പണി നൽകുന്നത് അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ ഒരിക്കലും പേരോ വയസ്സോ ജാതിയോ മതമോ പൊളിറ്റിക്സോ ഒന്നും തടസ്സാകാൻ പാടില്ല. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ട കാര്യമാണ് അല്ലേ? നമ്മുടെ എയർപോർട്ട് അപകടം ഉണ്ടായ സമയത്ത് ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് ആ രോഗമുള്ളവരാ, അതൊന്നും വകവെക്കാതെ ആളുകൾ ഓടി വന്ന് വളരെ എളുപ്പത്തിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ അവരെല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ലേ? ഇങ്ങനെ ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ആളുകളെ സഹായിക്കാൻ മറ്റൊന്നും തടസ്സാകാൻ പാടില്ല എന്ന അതിമഹത്തായ ഒരു മെസ്സേജ് നൽകുന്ന ഒരു ആസ്വാദനക്കുറിപ്പാണിത്. നിങ്ങളെല്ലാവരും ശരിയാവണ്ണം വായിച്ച് അതിൻ്റെ അർത്ഥസഹിതം എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ടിപ്പണിയുടെ ഫോർമാറ്റ് അല്ലേ, അവർ കുറിപ്പ് തയ്യാറാക്കാൻ പറയും അല്ലേ? ആസ്വാദന ടിപ്പണി എന്ന് പറയും, അല്ലെങ്കിൽ ടിപ്പണി എന്ന് പറയും അല്ലേ? ചുരുക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ടിപ്പണി എന്ന് പറയും. അതിൻ്റെ ഫോർമാറ്റാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഇപ്പോൾ ഏത് കവിതയിൽ നിന്ന് ചോദിച്ചാലും, അതുപോലെ ഏത് കഥയുടെ ഭാഗം കൊടുത്തിട്ട് ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞാലും നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട് ടിപ്പണിക്ക്. പിന്നെ അതിൻ്റെ വിഷയം മാത്രം സെക്കൻഡ് പാരഗ്രാഫായിട്ട് നമ്മൾ കൊടുത്താൽ മതി. മിക്കവാറും കഥയൊക്കെ വായിക്കുമ്പോൾ ആ കഥയുടെ പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടാണ് ചോദിക്കുക അല്ലേ? അല്ലെങ്കിൽ കവിതയുടെ ഒരു 4 സ്റ്റാൻസ് കൊടുത്തിട്ട് 4 വരി കൊടുത്തിട്ട് ഒരു സ്റ്റാൻസ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അത് വായിച്ചാൽ തന്നെ ആ വിഷയമായിട്ട് സെക്കൻഡ് പാരഗ്രാഫായിട്ട് എന്ത് കൊടുക്കണം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫോർമാറ്റ് പഠിച്ചു പോയാൽ 4 മാർക്ക് ഫുള്ളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ബാക്കിയുള്ള വിഷയം നമ്മൾ എഴുതണം, അത്രയേ ഉള്ളൂ അല്ലേ? വിഷയം എഴുതാൻ വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ടിപ്പണിയുടെ ഫോർമാറ്റ് ഒന്ന് വായിക്കാം, അതിൻ്റെ അർത്ഥം വായിക്കാം. ഇതെല്ലാവരും ഇന്ന് തന്നെ ബൈ ഹാർട്ടാക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ അംശ്, ഈ ഭാഗം
പിന്നെ ഒരു ഭാഗം വിട്ടിട്ടുണ്ട്. അവിടെ കവിതയാണെങ്കിൽ കവിയുടെ പേര് കൊടുക്കുക. പിന്നെ കെ ആ കവിയുടെ അല്ലെങ്കിൽ കഥാകാരൻ്റെ. കഥയാണെങ്കിൽ കഥാകാരൻ്റെ പേര് കൊടുക്കുക. ആദ്യം വിട്ട ഭാഗത്ത് കവിതയുടെ സ്റ്റാൻസ കൊടുത്തിട്ട് നമ്മോട് ആ ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ കവിയുടെ പേര് കൊടുക്കുക. കഥയുടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും കഥാപാത്രത്തെക്കുറിച്ചൊക്കെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥാകാരൻ്റെ പേര് കൊടുക്കുക ആദ്യം വിട്ട ഭാഗത്ത്, അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ആദ്യം ആ വിട്ട ഭാഗത്ത് രചയിതാവിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമതൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ രചനയുടെ പേര് കൊടുക്കുക. കവിതയാണെങ്കിൽ കവിതയുടെ പേര്, കഥയാണെങ്കിൽ കഥയുടെ പേര്, അല്ലേ? സേ അതിൽ നിന്നും ലിയാഗയാ ഹേ എടുത്തിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ ഭാഗം ഇന്ന കവിയുടെ ഇന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഭാഗം ഇന്ന കഥാകാരൻ്റെ ഇന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിയാഗയാ ഹേ എടുത്തിട്ടുള്ളതാണ്. വേ അദ്ദേഹം ഹിന്ദിയിലെ മഹാൻ സാഹിത്യകാർ ഹേ, മഹാനായ സാഹിത്യകാരനാണ്. അപ്പം നമ്മൾ കവിതയെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? ഇനി കവിയെക്കുറിച്ച് പറയാണ്. വേ അദ്ദേഹം ഹിന്ദിയിലെ മഹാൻ സാഹിത്യകാർ ഹേ, മഹാനായ സാഹിത്യകാരനാണ്, അല്ലേ? കഥാകാരനെ കുറിച്ചാണെങ്കിലും കവിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്കത് പറയാൻ പറ്റും. ഉൻകി ഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാഷ സരൾ ലളിതവും और സുന്ദർ ഹേ, മനോഹരവുമാണ്. ഉൻകി ഭാഷ, അദ്ദേഹത്തിൻ്റെ ഭാഷ സരൾ और സുന്ദർ ഹേ, ലളിതവും മനോഹരവുമാണ്. ഉൻകി രചന, അദ്ദേഹത്തിൻ്റെ രചന, ഉൻകി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതാണ്. ഉൻകി രചന, അദ്ദേഹത്തിൻ്റെ രചന ബഹുത് പ്രഭാവശാലി ഹേ, വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. പ്രഭാവശാലി, സ്വാധീനം ചെലുത്തുന്നതാണ്. ഉൻകി രചന, അദ്ദേഹത്തിൻ്റെ രചന ബഹുത്, വളരെയധികം, പ്രഭാവശാലി ഹേ, സ്വാധീനം ചെലുത്തുന്നതാണ്. ഇനി നോക്കൂ, യഹാം കവി കഹത്തെ ഹേ, ഇവിടെ ആ കവി പറയുന്നു. ഇനി കഥയെക്കുറിച്ചാണെങ്കിൽ യഹാം കഹാനികാർ കഹത്തെ ഹേം, കവി എന്നുള്ള ഒഴിവാക്കിയിട്ട് കഹാനികാർ കഹത്തെ ഹേം, അല്ലേ? ഇവിടെ കഥാകാരൻ പറയുന്നു. കവിയാകുമ്പോൾ കവി കഹത്തെ, കവിതയാകുമ്പോൾ കവി കഹത്തെ ഹേ, കഥയാകുമ്പോഴോ കഹാനികാർ കഹത്തെ ഹേ, കഥാകാരൻ പറയുന്നു. കി എന്തെന്നാൽ, ഇനി എന്താണ് പറയുന്നത് നമ്മളൊരു 4-5 സെൻറ്റൻസിൽ നമ്മൾ ചുരുക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് എഴുതണം. അത് നമുക്ക് ആ കവിതയുടെ ഭാഗം വായിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കഥയുടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് വായിച്ചാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ തെളിയും. അത് എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു വരി കൊടുക്കുക, ഒരു പാരഗ്രാഫ് രൂപത്തിൽ തുടങ്ങിയിട്ട് കൊടുക്കുക, അല്ലേ? ഇന്ന വ്യക്തിയുടെ രചന ഇന്നും പ്രസക്തമാണ്. അപ്പോൾ ആരാണ് രചയിതാവ്, അയാളുടെ പേരാണ് അവസാനത്തെ വരിയിൽ വിട്ട ഭാഗത്ത് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മുടെ ആദാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ അതിനെക്കുറിച്ചാണെങ്കിൽ വിനോദ് കുമാർ ശുക്ലയ്ക്ക് രചന, വിനോദ് കുമാർ ശുക്ലയുടെ രചന ആജ് ബി, ഇക്കാലത്തും പ്രാസംഗിക് ഹേ, പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ സമകാലിക പ്രസക്തിയുള്ളതാണ്. വിനോദ് കുമാർ ശുക്ലയ്ക്ക് രചന, വിനോദ് കുമാർ ശുക്ലയുടെ രചന ആജ് ബി, ഇക്കാലത്തും പ്രാസംഗിക് ഹേ, പ്രസക്തമാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ടിപ്പണി തയ്യാറാക്കൽ വളരെ എളുപ്പമാണ്. ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ച് പോയാൽ ബാക്കി നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് 4 മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാവരും ഇന്ന് തന്നെ അത് ബൈഹാർട്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, അതും കൂടി പറയാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ബാക്കി പറയാം. 2018 മാർച്ചിലെ SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന കവിതയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആ ചോദ്യങ്ങളാണ് നാം ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഞാനത് വായിക്കാം. ആ സൂചന, അല്ലേ? സൂചന എന്ന് പറഞ്ഞ നിർദ്ദേശം. हदाशा से एक व्यक्ति बैठ गया था कविता की हदाशा से एक व्यक्ति बैठ गया था എന്ന കവിതയുടെ ए पंक्तियां पढ़े ഈ വരികൾ വായിക്കുക. और 6 से 7 तक के 6 മുതൽ 7 വരെയുള്ള പ്രശ്നം കാ ആ ചോദ്യങ്ങളുടെ ഉത്തർ ലിഖേം ഉത്തരം എഴുതുക. എന്താണ് പറഞ്ഞത്? ഹദാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ കവിത കി ഹദാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന കവിതയുടെ എ പങ്ക്തിയാം പഠേം ഈ വരികൾ വായിക്കുക. പങ്ക്തിയാം എന്ന് പറഞ്ഞ വരികൾ പഠേം വായിക്കുക. और 6 से 7 तक के 6 മുതൽ 7 വരെയുള്ള പ്രശ്നം കാ ചോദ്യങ്ങളുടെ ഉത്തർ ലിഖേം ഉത്തരം എഴുതുക. എന്നിട്ട് നമ്മുടെ ഹദാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന കവിതയുടെ ഒരു സ്റ്റാൻസ് കൊടുത്തിട്ടുണ്ട്. ഹദാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ താ അല്ലേ, ഹദാശയുടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തി കോ മേ നഹീ ജാൻതാ താ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ഹദാശ കോ ജാൻതാ താ ഹദാശയെ അറിയാമായിരുന്നു. ഇസ്ലിയെ
അതുകൊണ്ട് തന്നെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ, ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. മേനെ ഹാത്ത് ബടായ, ഞാൻ കൈ നീട്ടിക്കൊടുത്തു. ഇത്രയാണ് കൊടുത്തിട്ടല്ലേ. എന്നിട്ട് ആറാമത്തെ ഒരു ചോദ്യം കൊടുത്തിരിക്കുക അല്ലേ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നായിട്ടുള്ളതാ, അതുകൊണ്ട് ആറാമത്തെ ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ആ ഭാഗം മാത്രമേ ഇപ്പോൾ അയച്ചിട്ടുള്ളൂ. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. സഹി എന്ന് പറഞ്ഞാൽ ശരിയായ എന്നാ. സഹി പ്രസ്താവ്, ശരിയായ പ്രസ്താവന. ചുൻകർ ലിഖേം, തെരഞ്ഞെടുത്ത് എഴുതുക. ചുൻകർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തിട്ട്, ചുൻകർ ലിഖേം തെരഞ്ഞെടുത്ത് എഴുതുക. 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. കവി ഓർ വ്യക്തി ഏക് ദൂസരെ കോ ജാൻതേ ദേ. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം. ഞാനിതിൻ്റെ അർത്ഥം പറയുന്നില്ല, അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമായി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്തണം എല്ലാവരും. കവി ഓർ വ്യക്തി ഏക് ദൂസരെ കോ ജാൻതേ ദേ. വ്യക്തി കവി കോ ജാൻതാ ഥാ, കവി വ്യക്തി की हताशा को जानता था, വ്യക്തി കവി की हताशा को जानता था. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അതിനർത്ഥം ഒന്ന് പറയാം. കവി ഓർ വ്യക്തി, കവിയും വ്യക്തിയും ഏക് ദൂസരെ കോ ജാൻതേ थे, പരസ്പരം അറിയുമായിരുന്നു. കവി ഓർ വ്യക്തി, കവിയും വ്യക്തിയും ഏക് ദൂസരെ കോ പരസ്പരം ജാൻതേ थे അറിയുമായിരുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് കൊടുക്കേണ്ട കേട്ടോ. വ്യക്തി കവി കോ ജാൻതാ, ആ വ്യക്തിക്ക് കവിയെ അറിയാമായിരുന്നു. വ്യക്തിക്ക് കവിയുടെ പേരും അഡ്രസ്സൊക്കെ അറിയാമായിരുന്നു. വ്യക്തി കവി കോ ജാൻതാ, വ്യക്തിക്ക് കവിയെ അറിയാമായിരുന്നു. ഇനി അടുത്തത് കവി വ്യക്തിക്ക് ഹതാശ കോ ജാൻതാ. കവിക്ക് വ്യക്തിയുടെ ഹതാശയെ അറിയാമായിരുന്നു. കവി വ്യക്തിക്ക് ഹതാശ കോ ജാൻതാ, കവിക്ക് വ്യക്തിയുടെ ഹതാശയെ അറിയാമായിരുന്നു. വ്യക്തി കവിക്ക് ഹതാശ കോ ജാൻതാ, വ്യക്തിക്ക് കവിയുടെ ഹതാശയെ അറിയാമായിരുന്നു. വ്യക്തിക്ക് കവിയുടെ ഹതാശ കോ ജാൻതാ, ഹതാശയെ അറിയാമായിരുന്നു. ഇനിയും ഉത്തരം കിട്ടാത്തവരാരുണ്ടാവില്ല. ഈ കവിത ശരിക്കും വായിച്ചാൽ കിട്ടും. അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടെത്തി എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. കവി ഓർ കവിത ക, കവിയെയും കവിതയെയും പരിചയ ദേത്തെ ഹുയെ, പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻ പങ്ക്തിയോം ക, ഈ വരികളുടെ ആശയ ലിഖേം, ആശയം എഴുതുക. കവി ഓർ കവിത ക, കവിയെയും കവിതയെയും പരിചയ ദേത്തെ ഹുയെ, പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻ പങ്ക്തിയോം ക, ഈ വരികളുടെ ആശയ ലിഖേം, ആശയം എഴുതുക. അതിനാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കുക, ടിപ്പണി തയ്യാറാക്കുക എന്ന് പറയാം. അതിനാ അല്ലേ. ആ ടിപ്പണിയുടെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ എളുപ്പമായിരിക്കും. എല്ലാവരും സ്വന്തമായിട്ട് അത് ചെയ്യണം. ആ ഫോർമാറ്റ് നിങ്ങൾ ഇന്ന് തന്നെ ബൈ ഹാർട്ടാക്കണം. എന്നിട്ട് ആ വർക്ക് ചെയ്യുക. ഇതുപോലുള്ള വർക്കുകളൊക്കെ നമുക്കിനി ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ, ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.